ഭരിച്ചാലും വർഗീയതയ്ക്കെതിരായ ആശയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വർഗീയത പ്രചരിപ്പിക്കുന്നവരോട് ഒരിക്കലും കൈകൊടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള യാത്രയുടെ ഭാഗമായുള്ള കാസർകോട്ടെ പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വർഗീയത നമ്മെ തൊട്ടുതീണ്ടാൻ പാടില്ല. മറ്റു മതത്തിലുള്ള മനുഷ്യരെ നാം തെറി പറയാറില്ല. ആര് ഭരിച്ചാലും വർഗീയതയ്ക്കെതിരായ ആശയത്തിൽ നിന്ന് പിന്നോട്ടില്ല. വർഗീയത പ്രചരിപ്പിക്കുന്നവരോട് ഒരിക്കലും കൈകൊടുക്കില്ല. കേരളം ഭരിക്കുന്നവരും രാജ്യം ഭരിക്കുന്നവരും മനുഷ്യരെ ഒരുപോലെ കാണണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ പാർട്ടിയല്ല, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം ഭരിക്കുന്നവർ തെക്കും വടക്കും വ്യത്യാസം കാണരുത്. ഇന്ത്യ ഭരിക്കുന്നവർ എല്ലാവരെയും ഒരുപോലെ കാണണം. എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ വൈര്യവും വെറുപ്പും വളർത്തുന്നതാണെന്ന് വൈസ് ക്യാപ്റ്റൻ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ കുറ്റപ്പെടുത്തി. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പരോക്ഷ വിമർശനം. മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ വർഗീയതയ്ക്കെതിരായ മുദ്രാവാക്യം ആവർത്തിക്കേണ്ട സാഹചര്യമാണിവിടെ, അദ്ദേഹം പറഞ്ഞു. വ്യക്തികളെ പേരിൽ പരാമർശിച്ച് വിമർശനം ഉയർത്തുന്നത് തങ്ങളുടെ രീതിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കിട്ടിയ അവസരം മുതലെടുക്കുന്ന രീതി മുസ്ലിം ലീഗിനില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ല. സീറ്റുകൾ വെച്ചുമാറൽ സംബന്ധിച്ച ചർച്ചകളും നടന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ തെറ്റാണെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. നിയമസഭയിൽ മത്സരിക്കാൻ 3 ടേം എന്ന വ്യവസ്ഥ തീരുമാനിക്കേണ്ടത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണെന്നും എന്നാൽ ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം ചർച്ചയായിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.